സെഷൻ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1798 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ പ്രീത എം ഉണ്ണിയാണ്. ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഡോക്ടർ നമുക്ക് ഇതിനകം ഒത്തിരി നല്ല നല്ല ക്ലാസ്സുകൾ ഡോക്ടർ ഇതിനകം എടുത്തിട്ടുണ്ട്. ഇന്ന് ഡോക്ടർ നമുക്ക് എടുക്കാൻ പോകുന്ന വിഷയം ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, അതിൽ പ്രധാനമായിട്ടും ഡിസ്മനോറിയ, പെയിൻഫുൾ മെൻസ്ട്രേഷൻ, അതിനുള്ള കാരണങ്ങളും ഹോമിയോപ്പതിക് മാനേജ്മെന്റുമാണ് ഡോക്ടർ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. നമുക്ക് ഏവർക്കും ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ നമുക്ക് നിത്യ പ്രാക്ടീസിൽ ഒരുപാട് കേസുകൾ വരുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഈ ഡിസ്മനോറിയ. അപ്പോൾ അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടറുടെ ക്ലാസ്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഏറെ ആദരവോടെ ഡോക്ടർ പ്രീത എം ഉണ്ണിയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടറെ ക്ലാസ് കാണാം. നമസ്തേ. ഇന്നത്തെ IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ സെഷന്റെ സബ്ജക്റ്റ് ഡിസ്മെനോറിയ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമേ ഇല്ല. പെയിൻഫുൾ മെൻസ്ട്രേഷൻ. കാരണം എല്ലാവരുടെയും ക്ലിനിക്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കേസെങ്കിലും ഇനി ഡിസ്മെനോറിയ എന്ന പേര് പറഞ്ഞല്ല വരുന്നതെങ്കിൽ കൂടി ഫീമെയിൽ കംപ്ലൈൻസിന് ഇനി എന്ത് പറഞ്ഞാലും നമ്മൾ അവരുടെ പീരിയഡ്സ്, അതായത് ഓരോ സെക്ഷൻ നമ്മൾ റെസ്പിറേറ്ററി, ഗ്യാസ്ട്രിക് ഇങ്ങനെ എടുക്കുന്ന കൂട്ടത്തിൽ റീപ്രൊഡക്റ്റീവ്, അതിൻ്റെ അകത്ത് പീരിയഡ്സ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പീരിയഡ്സ് എന്ന് പറയുന്നതിൽ ഒരാളെങ്കിലും പെയിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഒരു കേസെങ്കിലും സക്സസ് ആയി കൊടുത്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് എല്ലാവരും തന്നെ. അതുകൊണ്ട് ഇത് സത്യത്തിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാലും ഏതാനും ചില പോയിന്റ്സ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഡിസ്മെനോറിയ എന്ന് പറയുന്ന അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിലാണ് പെൺകുട്ടികൾക്ക് 9 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക് അവർക്ക് മെനാർക്കി പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് ഈ 9 to 14 എന്ന് പറയുന്നത്. അവരിലെ മോസ്റ്റ് ഓഫ് ദം, അതായത് ഏകദേശം ഒരു 95% പെൺകുട്ടികൾക്ക് 1 ഇയർ കഴിയുമ്പോഴാണ് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളോട് കംപ്ലൈന്റ് പറയാൻ ക്ലിനിക്കിൽ എത്തുന്നവർ പറയും, ഒരു സ്റ്റാർട്ട് ചെയ്ത് 1 ഇയറിലേക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു കംപ്ലൈന്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി തുടങ്ങിയത് എന്ന് അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അപ്പം ഇവര് പീരിയഡ്സ് തുടങ്ങി, അതായത് ആ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പെയിന് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. പക്ഷേ ഡിസ്മെനോറിയ എന്ന് പറയുന്ന അവസ്ഥയെ നമ്മൾ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഫസ്റ്റ് വൺ പ്രൈമറി, സെക്കൻഡ് വൺ സെക്കൻഡറി. അതിലെ ഈ പ്രൈമറി ഡിസ്മെനോറിയയിലെ പെടുന്ന ഒരു സംഭവമാണ് കോമൺ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്തെ സിംറ്റംസ് ഞാൻ പറയാം. കുട്ടികളിലോ പ്രായമായിട്ട് ഏതൊരു പ്രൈമറി ഡിസ്മെനോറിയ ഉള്ള ആൾക്കാരിലൊക്കെ തന്നെ വരുന്ന സിംറ്റംസിൽ പീരിയഡ്സ് തുടങ്ങുന്നതിന് ചിലപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റോ മുമ്പ് പെയിൻ ഒന്ന് തുടങ്ങും. ഫസ്റ്റ് 6 hours നല്ല പെയിൻ ആയിരിക്കും. പക്ഷെ 6 hours അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ആ പെയിൻ കുറഞ്ഞു വരിക, സിവിയറിറ്റി കുറയുകയും ചിലർക്ക് 2 days നിൽക്കാം. എന്നാലും അവരവരുടെ റൊട്ടീൻ, അവരവരുടെ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ സ്കൂൾ ലൈഫ് ഇതൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് പോകാനും എല്ലാം തന്നെ സാധിക്കും ആ 6 hours കഴിയുമ്പോൾ. ആ 6 hours ചിലർക്ക് സിവിയറിറ്റി ഇച്ചിരി കൂടുതലുള്ളവർക്ക് വോമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണാറുണ്ട്. എന്നാലും അവരുടെ പെയിൻ എന്ന് പറയുന്നത് ആ ബ്ലീഡിങ് ടൈമിലുള്ള ആ ഒരു ഫസ്റ്റ് ഡേ അങ്ങനെ മോസ്റ്റ്ലി അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡ് ഡേയുടെ ഏതാനും കുറച്ച് അവേഴ്സ് ബ്ലീഡിങ് ടൈം അവർക്ക് കറക്റ്റ് ആയിരിക്കും. അതായത് നോർമലി വരുന്ന പോലെ തന്നെ 4 to 7 days എന്നുള്ള രീതിയിൽ ആ പീരിയഡ്സിന്റെ ബ്ലീഡിങ് അവസ്ഥ അങ്ങോട്ടും ചുറ്റും കുറഞ്ഞു വരും. അങ്ങനെ ക്ലോട്ട്സോ അങ്ങനെയുള്ളതൊന്നും പ്രത്യേകിച്ചൊന്നും 1 2 അല്ല അതിൽ കൂടുതൽ ചിലർക്ക് ക്ലോട്ട്സ് അങ്ങനെ കാണുകയില്ല.
കംപ്ലൈൻറ്റ്സ് ഈ രീതിയിൽ നിൽക്കുന്നവർക്ക് നമുക്ക് പ്രൈമറി ഡിസ്മെനോറിയ ആണ് എന്ന് നമുക്ക് പറയാം. ഈ പ്രൈമറി ഡിസ്മെനോറിയ കാണുന്നിടത്ത് പ്രത്യേകിച്ച് നമ്മളൊരു മെഡിസിൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ, ഞാനത് പറയുന്നത് നല്ല സിവിയർ ആയിട്ട് 6 hours പെയിൻ ഉള്ളവർക്ക് എന്തെങ്കിലും ബെലഡോണയോ പൾസാറ്റിയോ സാധാരണയുള്ള എന്തെങ്കിലും ഒരു മെഡിസിൻ നമ്മൾ കൊടുത്താൽ ആ പെയിൻ അങ്ങ് നിൽക്കും. ഈവൻ ഒരു ഹോട്ട് ആപ്ലിക്കേഷൻ, നമ്മൾ ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടല്ലോ, അതിൽ ചൂടുവെള്ളം എടുത്തൊന്ന് വയറ്റത്തൊന്ന് വെക്കുക, നടുവിൽ വെക്കുക ഒന്ന് ചെയ്താൽ തന്നെ ഇതൊക്കെ മാറിപ്പോകും. പക്ഷെ സെക്കൻഡറി ഡിസ്മെനോറിയയിൽ അങ്ങനെ അല്ല. അതുകൊണ്ടാണ് പ്രത്യേകം ഇത് എടുത്തു പറയാൻ തന്നെ കാരണം. അപ്പൊ ഇവർ ഈ കംപ്ലൈൻറ്റ്സ് കൊണ്ട് വരുമ്പോൾ ആദ്യം പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തണം. കാരണം സെക്കൻഡറി എന്ന് പറയുന്നത് എന്തെങ്കിലും പതോളജിക്കലി ഉള്ള ഡിഫിക്കൽട്ടീസ് അവിടെ കാണും. ഇത് നോർമലി, അതായത് ഫിസിയോളജിക്കലി വരുന്ന ഒരു പെയിൻ മാത്രമാണ്. ചിലർ ചോദിക്കും ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നവരിലാണോ ഈ പെയിൻ ഉള്ളത്? ഡോക്ടറെ പറഞ്ഞോളൂ. ഒരു സൗണ്ട് ഒത്തിരി ഡിസ്റ്റൻസിൽ കേൾക്കുന്ന പോലെ ഇരിക്കുന്നു, ഒന്നുകൂടെ ഒന്ന് അടുപ്പിച്ച് വെക്കാം. ഇച്ചിരൂടെ സൗണ്ട് ഒന്ന് കൂടിയാൽ നന്നായിരിക്കും. അതുപോലെ ഒരു ശകലം കൂടെ തല താന്നിരുന്നാലും നന്നായിരിക്കും. ഒരുപാട് താഴണ്ട. ഒരുപാട് താഴണ്ട, ചൂട്. മതി മതി മതി. ഓക്കെ. സൗണ്ട് സംസാരിക്കുന്നത് കേൾക്കാമോ കറക്റ്റ് ആയിട്ട്? ഇപ്പൊ കേൾക്കാം. അതുപോലെ നേരത്തെ ഇച്ചിരി കുറവായിരുന്നു. ഓക്കെ. അപ്പം സെക്കൻഡറിക്ക് വരുന്ന സിംറ്റംസിൽ വ്യത്യാസം കാണും. അത് പതോളജിക്കൽ കണ്ടീഷനാണ്. ആ കണ്ടീഷൻസ് എല്ലാം തന്നെ ഞാൻ പറയാം. ഞാൻ പ്രൈമറി ഡിസ്മെനോറിയയുടെ കാര്യം പറഞ്ഞല്ലോ. ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു പെയിൻ വരും. അത് ഹാഫ് മോറായിരിക്കും. അതിനുശേഷം കുറഞ്ഞു വരും. അവർക്ക് ഞാൻ പറഞ്ഞില്ല, വിത്തൗട്ട് ഒരു മെഡിസിൻ കൊടുക്കാതെ തന്നെ അവർക്ക് നിൽക്കാനായിട്ട്, ആ പെയിൻ നിൽക്കാനായിട്ട് സാധിക്കും. ഇത് ഉണ്ടാകുന്നതിന് എന്തുകൊണ്ടാണ് ഈ പ്രൈമറി ഡിസ്മെനോറിയ ഉണ്ടാകുന്നത്? ഈ പ്രൈമറി ഡിസ്മെനോറിയ ഉണ്ടാകുന്നതിന് ഡോക്ടർ ഇപ്പൊ വ്യക്തമായിട്ട് കേൾക്കാമോ? ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ നല്ലോണം കേൾക്കും. ഫ്രണ്ടിലോട്ട്. ശരി ശരി. ഉണ്ടാകുന്നതിന്റെ റീസണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ എക്സസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ്. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്, ലിപ്പിഡ് കോമ്പൗണ്ട് ആണ്. ഇത് ഈ പീരീഡ്സിന്റെ ടൈമില് ഇതിന്റെ പ്രൊഡക്ഷൻ വളരെ കൂടും. ഇത് ബ്ലഡ് ക്ലോട്ട്സിന്റെ ഫോർമേഷനും പെയിൻ ഉണ്ടാക്കുന്നതും ഫീവർ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ റെഗുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലേബർ ടൈമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന ഈ ഒരു ലിപ്പിഡ് കോമ്പൗണ്ട്. ഇത് പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് എൻഡോമെട്രിയൽ കവർ, യൂട്രസിന്റെ ഏറ്റവും ഇന്നറായിട്ടുള്ള കവറാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ ഷെഡിങ് ഓഫ് ഈ എൻഡോമെട്രിയം പൊളിഞ്ഞു പോരുമ്പം കൂടുതലായിട്ട് എക്സസ് പ്രൊഡക്ഷൻ ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് അവിടെ ഉണ്ടാകുന്നു. ഇത് ബ്ലഡ് വെസൽസിൽ കൂടുതലുള്ളതായിട്ട് കൺട്രാക്ഷൻ ഉണ്ടാക്കുകയും യൂട്രൈൻ കൺട്രാക്ഷൻ വന്നിട്ട് പെയിൻ വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഞാൻ പതോളജിയും കൂടെ പറയാൻ കാരണം, ഇതിനു മുമ്പ് ഒരു സെഷനിൽ എന്നോട് ചോദിച്ചിരുന്നു, ഡോക്ടർ പതോളജിക്കലി ആണോ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അല്ല, ഞാൻ സിംറ്റമാറ്റിക്കലി തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ പതോളജിയും കൂടെ നമ്മൾ അറിയണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വരുന്നവർ എല്ലാ കാര്യങ്ങളും ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അവർ വരുമ്പോ തന്നെ ചോദിക്കും, എന്താ ഇതിന്റെ റീസൺ, ഇതെന്താ ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നോളജ് ഇല്ലാതെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് അതിന്റെ അകത്തെ ഓരോ ഡിസീസ് കണ്ടീഷനും, സെൽസിൽ എന്താണ്, ആർട്ടറിയിൽ എന്താണ്, അല്ല ഹോർമോണിക്കലി എന്താണ് നമുക്കുണ്ടാകുന്ന ചേഞ്ചസ്, ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യം കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഒരു പ്രൈമറി ഡിസ്മെനോറിയയുടെ കാര്യം ഇതേ തരത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു നോർമലി ഉള്ള ഒരു സംഭവം മാത്രമാണ്. ഇനി സെക്കൻഡറി ഡിസ്മെനോറിയ ഉണ്ട്. ഈ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി ഡിസ്മെനോറിയ ആയിട്ട് തരം തിരിച്ചറിയണമെങ്കിൽ കുറച്ച് സിംറ്റത്തിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 1 week ബിഫോർ മുതലേ പെയിൻ സ്റ്റാർട്ട് ചെയ്യും. പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1 weekോളം ഈ പെയിൻ നിൽക്കാനുള്ള സാധ്യതയുണ്ട് സെക്കൻഡറിയിൽ. അതുപോലെ തന്നെ
ഇത് ബ്ലീഡിങ് ടൈമും കൂടുതലായിരിക്കും, ബ്ലീഡിങ്ങിന്റെ ഫ്ലോയും വളരെയധികം കുറേ അധികം ദിവസങ്ങളിൽ അത് നീണ്ടു നിൽക്കുകയും 7 എന്ന് പറയുന്ന ഒരു 15 ഡേയ്സ് വരെ പോവുകയും ഈ സമയത്ത് ക്ലോട്ട്സ്, അതും വലിയ വലിയ ക്ലോട്ട്സ്, ഒരുപാട് ചിലർ 10ഉം 60ഉം ക്ലോട്ട്സ് വരുന്നുണ്ട് എന്ന് കംപ്ലൈന്റ് ചെയ്തു വരുന്നവരുണ്ട്. ക്ലോട്ട്സിന്റെ ഫോർമേഷൻ ഒരുപാട് ഈ സെക്കൻഡറി ഡിസ്മെനോറിയയിൽ കാണാനായിട്ട് സാധിക്കും. ഹെവി ആൻഡ് പ്രൊലോങ്ഡ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ബ്ലീഡിങ് ബിറ്റ്വീൻ പീരിയഡ്സ്, മെട്രേജിയ, നമുക്കത് കാണാൻ സാധിക്കും. ഒന്ന് നിന്നതിന് ശേഷം ഏകദേശം ഒരു 1 വീക്ക് കഴിയുമ്പോൾ എഗെയിൻ ഒരു ബ്ലീഡിങ് കൂടെ ഉണ്ടാകുക. ഇതൊക്കെ ഓരോരോ കോഴ്സിലാണ് ഉണ്ടാകുന്നത്. ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതുപോലെ ആ പെയിനിന്റെ സിവിയറിറ്റി കൊണ്ട് നൂസിയ, വൊമിറ്റിങ്, ഫാറ്റിഗ് ഒക്കെ ഉണ്ടാകുന്ന, ബോധക്ഷയം വരെ വരുന്ന ആൾക്കാരുണ്ട്. വിയർത്ത് കുളിച്ച് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ ഉണ്ടാകുന്നവരുണ്ട്. അപ്പൊ ഈ സിംറ്റംസ് വെച്ച് നമുക്ക് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ സെക്കൻഡറി ഡിസ്മെനോറിയയിലെ നമ്പർ 1 കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. സത്യത്തിലെ ഒരു കേഴ്സ് ആണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനായിട്ട് വളരെ ഇൻഫെർട്ടിലിറ്റി കേസിൽ ഒരുപാട് നമുക്ക് കാണാം എൻഡോമെട്രിയോസിസ് കേസസ്. അതൊരു റീസൺ ആണ്. ഈ എൻഡോമെട്രിയോസിസിന്റെ അറിയാമല്ലോ, എൻഡോമെട്രിയം അതായത് യൂട്രൈന്റെ ഉള്ളിൽ ഏറ്റവും അകത്തെ കവറിങ് യൂട്രസിന് പുറത്തേക്ക് വളരുക, അതാണ് എൻഡോമെട്രിയോസിസിന്റെ ഒരു കോസ് എന്ന് പറയുന്നത്. ആ പുറത്തേക്ക് വളരുക എന്നുള്ളത് ഇൻഡസ്ട്രീനകത്തോട്ടാകാം, റെക്ടൽ റീജിയൻ, ഏനൽ റീജിയനിലോട്ട് പോകാം, ഈവൻ ചെസ്റ്റിലുണ്ടാകാം, അതായത് ലങ്സിലുണ്ടാകാം, കണ്ണില്, ഐയിലുണ്ടാകാം. ഇതൊക്കെയും അല്ലാതെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന യൂട്രസിനകത്ത് മാത്രമല്ല, യൂട്രസിന്റെ ജസ്റ്റ് പുറത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയല്ല ആ ഒരു മെംബ്രെയിന്റെ ഗ്രോത്ത്. എനിക്കൊരു കേസ് വന്നത്, ഒരു ലേഡിക്ക് 38 വയസ്സുണ്ട്. അവർക്ക് എല്ലാ പീരീഡ്സിന്റെ ടൈമില് ലങ്സില്, ചെസ്റ്റിൽ നല്ല പെയിനാണ് ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 10-12 ദിവസം 15 ദിവസത്തോളം ഇവർക്ക് ഈ പെയിൻ നിൽക്കും. അപ്പം ഈ ഒരു സമയത്ത് പീരീഡ്സിന്റെ ടൈം മാത്രം, ബ്ലീഡിങ് ഉള്ളപ്പം മാത്രമാണ് ഇവർക്ക് ഈ ചെസ്റ്റ് പെയിൻ വരുന്നത്. അതൊരു 3-4 മാസം ഐഡന്റിഫൈ ചെയ്തപ്പം ബാക്കി ഒരു സമയത്തും ഇല്ല. അപ്പൊ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്ന ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. ഇതിലെ ഏതാണെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ആ സമയത്ത് പീരീഡ്സ് മാത്രം, ആ സമയത്ത് മാത്രം എന്നുള്ള അവസ്ഥ വന്നപ്പോഴത്തേന് ഇവർക്ക് ഇതിനു മുമ്പ് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മാര്യേജ് കഴിഞ്ഞിട്ട്. ആ സമയത്ത് എൻഡോമെട്രിയോസിസ് ആയിരുന്നു ഇവർക്ക് റീസൺ. അതിന് ട്രീറ്റ്മെന്റ് എടുത്താണ് കുഞ്ഞുങ്ങൾ 2 പേരുണ്ടായത്. നമ്മളത് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് അവസാനം ഈ എൻഡോമെട്രിയൽ ഗ്രോത്ത് ആ പീരീഡ്സിന്റെ ടൈമില് ചെസ്റ്റില്, ലങ്സിൽ ഉണ്ടാകുന്നതാണ് ആ ലങ്ങിന്റെ പെയിന്റെ കാരണം എന്നുള്ളതും കണ്ടുപിടിച്ചു. അപ്പം അങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രോത്ത്, അതായത് ആ മെംബ്രെയിന്റെ ഗ്രോത്ത് ഉണ്ടാവാം. അപ്പൊ ഇത് നമുക്ക് അറിയാം. നമുക്ക് ഏതൊരു കേസിനും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കാതെ കംപ്ലീറ്റ് ക്യൂർ ആകുകയില്ല. അപ്പം ഒരുപാട് ഫീമെയിൽ റെമഡീസ് ഉണ്ട്. ഫീമെയിൽ റെമഡി അല്ലാതെ തന്നെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന റെമഡീസ് നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. നേട്രമൂറോ, കാൽക്കേരിയ കാർബോ, ബൾസാറ്റില, അമോണിയം കാർബ്, ഇങ്ങനെ ഏതാന്ന് വെച്ചാൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ച് അത് കൊടുക്കുകയും അതിന്റെ കൂടെ ഞാൻ പലപ്പോഴും എൻഡോമെട്രിയോസിസിന്റെ കേസിൽ കൊടുത്തിരിക്കുന്ന 2 ടിഞ്ചേഴ്സില്, ഒന്ന് സബേന, വളരെ കോമൺ ആണ് സബേന ടിഞ്ചർ, അതുപോലെ തന്നെ സാന്തോസൈലം ടിഞ്ചർ. ഇത് 2 എണ്ണവും ഞാൻ സ്യൂട്ടബിൾ ആയിട്ട് ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച്, എനിവേ ഈ ഒരു സബേന ഭൂരിഭാഗം ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ. പക്ഷേ വളരെ എഫക്റ്റീവായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ട്രൈ ചെയ്തോന്ന് പറഞ്ഞാൽ ചെയ്തില്ല. പക്ഷേ ഈസ്ട്രോജൻ ഡ്രോപ്സ് ഇന്ന് പൊട്ടൻസി, അതായത് 200 പൊട്ടൻസി സെന്റ് ജോർജിനും ബോറോണും ഉണ്ടെന്ന് തോന്നുന്നു, അത് ഇന്റർകറന്റ് മെഡിസിൻ ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ ഉണ്ട്. ഇപ്പം അതിന്റെ ഡൈല്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പലതരത്തിൽ പല പൊട്ടൻസിയിലുള്ള ഡൈല്യൂഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലെ ഒരു അറ്റ്ലീസ്റ്റ് 15 ഡേയ്സ് എങ്കിലും ടോയ്സ് ഇൻ എ ഡേ വെച്ച് ഈ 200 പൊട്ടൻസി കൊടുക്കുകയും ഇന്റർകറന്റ് മെഡിസിൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വളരെ കൂടുതൽ പെട്ടെന്ന് തന്നെ, അതായത് ഒരു 6 മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടേ മാറത്തുള്ളൂ എന്നുള്ളത് ഒരു 2 months കൊണ്ട് തന്നെ നമുക്ക് ക്യൂർ കിട്ടാനായിട്ട് സാധിക്കും.
അതായത് ക്യാൻസറസ് കണ്ടീഷനിലൊക്കെ നമ്മൾ കാർഷിനോസിൻ ഇന്റർകറന്റ് മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഈസ്ട്രോജൻ ഡ്രോപ്സ് എന്ന് പറയുന്നത് 200. അടുത്ത ഒരു കേസ് ഫൈബ്രോയിഡ് ആണ്. അപ്പൊ സെക്കൻഡറി ഡിസ്മെനോറിയയിലെ എൻഡോമെട്രിയോസിസ്, നെക്സ്റ്റ് വൺ ഫൈബ്രോയിഡ് ആണ്. ഈ ഫൈബ്രോയിഡിന്റെ കാര്യവും എല്ലാവർക്കും തന്നെ അറിയാം. കാരണം അത് കൂടുതലായിട്ടും ലേറ്റർ സ്റ്റേജ്, അതായത് മെനപ്പോസിലാകുന്നവരിലാണ് കൂടുതൽ കാണുന്നത്. എല്ലാവരിലും വരാം, പക്ഷെ മെനപ്പോസൽ കണ്ടീഷനിൽ ഇത് കൂടുതലായിട്ട് വരാം. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ ലെവൽ വളരെ കൂടി നിൽക്കും. ആ സമയത്ത് ഈ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള പ്രൊജസ്ട്രോണിനുള്ള അളവില്ലാതാകുക. ആ അളവില്ലാതാകുന്ന അവസ്ഥയിലാണ് ഈ ഫൈബ്രോയിഡ് ഫോം ചെയ്യുന്നതും അത് ഗ്രോ ചെയ്യുന്നതും. അങ്ങനെ ഫൈബ്രോയിഡ് ഉള്ള ലേഡീസിലും പീരിയഡ്സിന്റെ ടൈമിൽ നല്ല പെയിൻ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് ക്ലോട്ട്സ് അവരൊക്കെയാണ് ഈ 10-60 ക്ലോട്ട്സ് പോവുക എന്നൊക്കെയുള്ള കംപ്ലൈന്റ് ചെയ്യുന്നത്. സിവിയർ പെയിനും ആയിരിക്കും. ഇതിലും ഈ ഫൈബ്രോയിഡിന്റെ കേസിലും നമുക്ക് 2G ആണ് നമ്പർ 1 മെഡിസിൻ. കാരണം വെച്ചാൽ സ്പോഞ്ചി ട്യൂമേഴ്സ് വളരെ വേഗം അബ്സോർബ് ചെയ്ത് മാറ്റാൻ കഴിവുള്ള ഒരു മെഡിസിനാണ് 2G. ഹയർ പൊട്ടൻസ് തന്നെ അത് കൊടുക്കുക. കാൽക്കേരിയ കാർബുണ്ട്, ലാക്ടോസിസ് ഉണ്ട്, സെപ്പിയ, ഓറമെറ്റ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് ഓരോരുത്തരുടെയും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെ നല്ലതാണ്. അതിൻ്റെ കൂടെ യൂസ്റ്റിലാഗോ മയാഡിസ് എന്ന് പറയുന്ന ഒരു ടിഞ്ചറുണ്ട്. അത് ഫൈബ്രോയിഡിന് വളരെയധികം പ്രയോജനം ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊടുത്തേക്കുന്നത് ഏറ്റവും കൂടുതൽ ഇതും കൊടുത്തിട്ടുണ്ട്. ഫ്രാക്സിനസ് അമേരിക്കാന ടിഞ്ചറാണ് ഇതിൻ്റെ കേസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു ഫസ്റ്റ് പീരീഡിൽ കംപ്ലൈന്റ് പറഞ്ഞ് സെക്കൻഡ് മന്തിലെ പീരീഡിൽ വരുമ്പോൾ തന്നെ, അതുപോലെ ഇൻ ബിറ്റ്വീൻ ഉള്ള ബ്ലീഡിങ്ങോ അങ്ങനെയുള്ളതൊന്നും തന്നെ ആ ഒരു ടിഞ്ചറും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന്റെ ആക്ഷൻ ആണ്, അറിയാമല്ലോ. 99% വരുന്നത് ഈ ടിഞ്ചറോട് അപ്ലൈ ചെയ്താൽ പിന്നെ ഒരു നെക്സ്റ്റ് മന്തിൽ ഒരു കംപ്ലൈന്റ് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ടൈം എടുക്കും, അത് അബ്സോർബ് ചെയ്ത് മാറണം. ചിലപ്പം ഒരു 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ വലിപ്പമുള്ള ഫൈബ്രോയിഡ് വരെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അതപ്പോൾ അബ്സോർബ് ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക്, നിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്താൻ ഇച്ചിരി സമയമെടുക്കും. മെഡിസിൻ അതുവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്ന അവസ്ഥ. ഈ അഡിനോമയോസിസ് എന്ന് പറയുന്നത്, നമ്മൾ എൻഡോമെട്രിയോസിസിൽ യൂട്രസിന്റെ പുറത്തേക്കാണ് മെംബ്രെയിൻ വളരുന്നത്. പക്ഷെ അഡിനോമയോസിസിന്റെ കേസിൽ ഈ എൻഡോമെട്രിയൽ ഗ്രോത്ത് യൂട്രസിന്റെ മസിലുകൾക്കുള്ളിലേക്ക് തന്നെ, യൂട്രസിനകത്ത് തന്നെ മസിൽസിന്റെ ഉള്ളിലേക്ക് തന്നെയാണ് വളരുന്നത്. അത് നമ്മൾ ബൾക്കി യൂട്രസ് എന്ന് പറയും. സാധാരണ രീതിയിൽ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് അതിൻ്റെ അകത്ത് അവർ നോട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് ബൾക്കി യൂട്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴും എൻഡോമെട്രിയൽ ലൈനിങ് മസിൽ വോളിനകത്തോട്ട്, യൂട്രൈൻ മസിൽ വോളിനകത്തോട്ടാണ് വളർന്നു പോകുന്നത്. അത് കൂടുതലായിട്ട് കാണുന്നത് ലേറ്റ്, ഈ പറഞ്ഞതുപോലെ തന്നെ ചൈൽഡ് ബെയറിങ്ങിന്റെ ലേറ്റർ സ്റ്റേജിൽ ഉള്ളവർക്ക്, അതായത് ഒരു 35 കഴിഞ്ഞ ആൾക്കാർക്ക് അതാ ഉദ്ദേശിക്കുന്നത്, കാണുന്ന ഒരു സംഭവമാണ് ഈ അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അവരുടെ സിംറ്റംസ് ഒക്കെ തന്നെ പെയിനും എക്സസീവ് ബ്ലീഡിങ്ങും പെയിൻ ഡ്യൂറിങ് പൊസിഷൻ, അതുപോലെ ആഫ്റ്റർ പൊസിഷനിൽ സ്പോട്ടിങ് ഉണ്ടാകുക, ഇതൊക്കെ തന്നെ അഡിനോമയോസിസിന്റെ സിംറ്റത്തിൽ പെടുന്ന സംഭവമാണ്. നമ്മൾ സാധാരണ രീതിയിൽ യൂട്രൈൻ കംപ്ലൈന്റ് ഇന്നത്തെ കാലത്ത് വരുന്ന അവസരത്തിൽ നമ്മൾ ലാബ് ടെസ്റ്റുകളെയാണ് കൂടുതലും സ്കാൻ ചെയ്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് പലതും നമ്മൾ അങ്ങനെ ചെയ്യിക്കാറുണ്ട്. പക്ഷേ സിംറ്റംസ് നോക്കി തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡറി നമ്മുടെ ആ ഒപ്പീനിയൻ എടുക്കാനാണ് നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഫൈബ്രോയിഡിന്റെ ആണ് കാണിക്കുന്നെങ്കിൽ എന്തുമാത്രം ഉണ്ട് ഗ്രോത്ത്, അത് എത്രമാത്രം ഫൈബ്രോയിഡ് ഉണ്ടോ, ഒന്നേ ഉള്ളോ പലതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ലാബ് ഡയഗ്നോസിസിനോട് നമ്മൾ പറഞ്ഞു വിടുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷനിലും നമുക്ക് കൊടുക്കാൻ ഈ പറഞ്ഞതുപോലെ ആഴ്സും പൾസാറ്റിനും സിക്കോലിക്കോർ, അതുപോലെ തന്നെ ലാക്ടസിസ്, മെഡോറിനം, സെപ്റ്റിയ, തൂജ ഒക്കെ കൊടുക്കാം അഡിനോമയോസിസിലും. കാരണം ഒരു എക്സസ് ഒരു ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തൂജ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കത്തില്ല തൂജയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അത് പിന്നെ മറ്റ് പല കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറെ മെഡിസിൻസ് കാണുന്നതെങ്കിൽ നമ്മൾ അത് തന്നെ അപ്ലൈ ചെയ്യണം. അതിന്റെ ഹയർ പൊട്ടൻസി തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ പ്രൊജസ്റ്ററോണം ഡ്രോപ്സും ഉണ്ട്. അതിന്റെ 200 പൊട്ടൻസി കിട്ടും. അതും ടോയ്സ് ഇൻ എ ഡേ വെച്ച് 4-5 ഡ്രോപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 15 days, ഞാൻ പറഞ്ഞില്ല ഇന്റർകറന്റ് മെഡിസിൻ ആയിട്ട് കൊടുക്കാവുന്നുണ്ടെങ്കിൽ
ഈ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ക്യൂർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ സ്പീഡപ്പ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് ഇന്റർകറന്റ് മെഡിസിൻസ് ആയിട്ട് ഇത് രണ്ടും കൊടുക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ഫോളിക്കുലിനും ഡയലൂഷനും ഒക്കെ ഉണ്ട് SBL-ന് അതുള്ളത്. അപ്പൊ ഈ ഒരു ഹോർമോണിക്കലി ഉണ്ടാകുന്ന പലവിധമായിട്ടുള്ള അവസ്ഥയിലും നമുക്ക് ഇന്റർകറന്റ് മെഡിസിൻ ആയിട്ട് ഇതെല്ലാം തന്നെ കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. എപ്പോഴും ഈസ്ട്രോജന്റെ ലെവൽ ഹൈ ആയിരിക്കുമ്പം ഈ മസിൽസിന്റെ തിക്നെസ്സും ഗ്രോത്തും കൂടും. അപ്പോഴാണ് പ്രൊജസ്ട്രോണിനും, അതായത് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസിന്റെ അളവ് കൂട്ടിയാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് കുറച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞ ഈ ഡ്രോപ്പ് നമ്മളെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം. അടുത്ത കണ്ടീഷൻ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഈ PID എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പെൽവിക് ഓർഗൻസിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാകുന്നത്. ഇത് ട്രീറ്റ്മെന്റ് ഇതിന് കറക്റ്റായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആബ്സസ് ഫോർമേഷൻ ഉണ്ടാകും. അത് ചിലപ്പം യൂട്രസിനുള്ളിലായിരിക്കും, അല്ലെങ്കിൽ സർവിക്സിലായിരിക്കും, ഓവറിയിലായിരിക്കും ചിലപ്പം. ഇങ്ങനെയൊക്കെ ആബ്സസ് ഫോർമേഷൻ ഉണ്ടായിട്ട് പിന്നെ അതിന് ഒരു വലിയ ആബ്സസ് ആണെങ്കിൽ ഒരു സർജിക്കൽ കണ്ടീഷനിൽ പോലും പോകും. നമുക്ക് മെഡിസിൻ ഉണ്ട്, ഹോമിയോപ്പതിയിലെ നല്ല സർജറി എന്ന് പറയുന്ന തന്നെ മെഡിസിൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്കതിന്റെ ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ ഇത് ഫെർട്ടിലിറ്റി വരെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാൻ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് ഈ ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് തുടങ്ങുമ്പോൾ തന്നെ അത് ട്രീറ്റ് ചെയ്ത് അതിനെ ക്യൂർ ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻ വരുന്നത് ഇൻഫെർട്ടിലിറ്റിയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിസ്സാരമായിട്ട് വിട്ട് കളയരുത്. ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ ഒരു പ്രശ്നമുള്ളത്, അത് ക്രോണിക് ആകുമ്പം ഓൾവേസ് 30 days ആണ്, 30 days നമുക്ക് പെൽവിസിന്, അതായത് പെൽവിക് റീജിയനിൽ പെയിൻ ഉണ്ടായിരിക്കും. അതേസമയം മറ്റുള്ള അവസ്ഥയിലൊക്കെ തന്നെ ആ പീരീഡ്സ് ഉണ്ടാകുന്ന ഒരു അവസരത്തിൽ അതിന്റെ 1 week ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് ഈ പെയിനോ മറ്റുള്ള ബുദ്ധിമുട്ടോ നിൽക്കുന്നത്. അവിടുന്ന് തരംതിരിച്ച് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അതുപോലെ തന്നെ ലുക്കോറിയയുടെ കൂട്ടത്തിൽ അതിന് കളർ ചേഞ്ച് ആയിട്ട് പച്ച കളറിലോ മഞ്ഞ കളറിലോ ഒക്കെ ലുക്കോറിയ ഫോം ചെയ്യാനുള്ള കാരണം ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഡിഫറൻഷ്യൽ ഡയഗ്നോസിന് സഹായിക്കുന്ന പോയിന്റ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് പലരും ചോദിക്കും, എന്നോട് തന്നെ ഈവൻ അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ വന്ന് ട്രീറ്റ്മെന്റിന് വരുന്ന അവസരത്തിൽ ചോദിച്ചിട്ടുണ്ട് എന്നോട്, നിങ്ങൾ ഈ ലാബ് ടെസ്റ്റൂടെ നോക്കിയാണോ? ഞാൻ പറഞ്ഞ ഡയബറ്റസ് ആയിട്ടുള്ള കണ്ടീഷനിൽ ആൾക്കാർ വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഷുഗറിന്റെ അവസ്ഥ ഇത്രയാണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ PBS നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കുമോ? അപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്യിപ്പിക്കണം. എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഈ സിംറ്റംസ് ഒക്കെ എടുത്താല്. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഇന്റർസ്റ്റിഷ്യൽ സിസ്റ്റൈറ്റിസ്. ഇത് സിസ്റ്റൈറ്റിസ്, അതായത് യൂറിനറി ബ്ലാഡറിലും കൂടെ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതങ്ങോട്ട് വളരെ സ്പീഡിൽ തന്നെ യൂട്രസിലോട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വരുമ്പം ലേഡീസിന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് പീരിയഡ്സിന്റെ ടൈമിൽ, ബ്ലീഡിങ്ങിന്റെ സമയത്ത് ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിൻ പാസ് ചെയ്യുമ്പോൾ പുകച്ചിലും സാധാരണ രീതിയിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് എല്ലാം തന്നെ അടിവയറ്റ് വേദന, ബാക്ക് പെയിന്. അപ്പൊ തിരിച്ചറിയാൻ വയ്യ ഇത് പീരിയഡ്സിന്റെ പെയിൻ ആണോ അതോ സിസ്റ്റൈറ്റിസ് ആണോ, യൂറിനറി ഇൻഫെക്ഷന്റെ ആണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലാതെ വരും. അപ്പൊ നമ്മളോട് അത് വന്ന് പറയുമ്പം എസ്പെഷ്യലി പീരിയഡ്സിന്റെ ടൈമിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഉണ്ടാകുക, ആ സമയത്ത് സിവിയർ പെയിൻ ഉണ്ടാകുകയും ചെയ്യുന്ന ആ സമയത്ത് അവർ യൂറിൻ പിടിച്ചു വെക്കുക. കാരണം യൂറിൻ പാസ് ചെയ്യുമ്പോഴാണ് അവർക്ക് വേദന കൂടുതൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വന്നാൽ ആ സമയത്ത് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ യൂറിനറി ഇൻഫെക്ഷൻ പ്രത്യേകിച്ച് അവർ പറയും ഈ സമയത്താണ് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് ചോദിക്കുകയും ചെയ്യണം. ബെർബറിസ് വൾഗാരിസോ ഗ്യാൻഡാരിസോ ബെൽഡോണ പൾസാറ്റില ഇതൊക്കെ തന്നെ ആ മെഡിസിൻ കൊടുക്കുന്ന കൂട്ടത്തിൽ, ആ പെയിനുള്ള യൂട്രൈൻ മെഡിസിൻ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ കവർ ചെയ്ത് പോകണം. പരാറബ്രേവ ഇതൊക്കെ കൊടുക്കാം, പ്രിവെന്റീവായിട്ടൂടെ നിൽക്കും, സിസ്റ്റൈറ്റിസ് വരാതെയും കൂടി ഇരിക്കും. ഇത് കൊടുത്താലേ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ക്യൂറായിട്ട് വരത്തുള്ളൂ. എനിക്ക് വന്ന ഒരു പേഷ്യന്റ് ഇതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരും. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നവരിലെ 1 or 2 പ്രാവശ്യം നമ്മുടെ അടുത്ത് വന്നാൽ 3rd time എങ്കിലും അവരെ സ്കാൻ ചെയ്ത് നോക്കണം. കാരണം മിക്കവാറും സ്റ്റോണിന്റെ സാന്നിധ്യം ഉള്ളപ്പോഴാണ് ഈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത്. അല്ലാതെയുള്ള ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് നമ്മുടെ മെഡിസിൻ കൊണ്ട് ഒരു പ്രാവശ്യം തന്നെ കൊടുത്താൽ അത് നിന്നു പോകും.
പക്ഷെ വീണ്ടും വീണ്ടും ഉണ്ടായാൽ സ്റ്റോണിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ സ്റ്റോൺ എക്സ്പെൽ ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള മെഡിസിനും അതിന്റെ പ്രിവെന്റീവോടെ കൊടുത്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പൊ ഇവർക്ക് ഇങ്ങനെ പീരീഡ്സിന്റെ ടൈമിലെ വേദന പറഞ്ഞ അവസരത്തില് രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ യൂറിനുണ്ട് ചെറിയ സാൻഡ് പോലെ പിന്നെ സ്റ്റോണിന്റെ സാധ്യത അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവര് ഡയബറ്റിസും ആയിരുന്നു. ഫോസ്ഫോറിക് ആസിഡം 50 mg ആണ് ഒരു ഡോസ് കൊടുത്തപ്പോഴാണ് അവർക്ക് ആ 3rd month ആണ് അവർക്ക് ആ പെയിൻ ക്യൂർ ആയിപ്പോയത്. ഇതിലേക്ക് വരാൻ വേണ്ടി ഞാൻ കാരണം ആദ്യം മെഡിസിൻസ് കൊടുത്ത് അതങ്ങ് ക്യൂർ ആകണേ പൊക്കോട്ടെ എന്ന് തന്നെ കരുതിയത്. 2nd month അതുപോലെ തന്നെ വന്നു. 2nd month പീരീഡ്സ് കഴിഞ്ഞപ്പോഴാണ് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കിയത്. അപ്പോഴാണ് ഇത് കൊടുത്താൽ മാത്രമേ നിൽക്കത്തുള്ളൂ കംപ്ലീറ്റ്ലി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആ കോഴ്സും ശരിയായിട്ട് നോക്കി ഈ പലവിധ ഏത് തരത്തിലാണ് പെയിൻ പറയുന്നത്, എന്ത് റീസണിലാണ് സെക്കൻഡറി ഡിസ്മെനോറിയ വരുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ക്യൂർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തൽക്കാലത്തേനുള്ള വേദന കുറച്ച് കൊടുത്താൽ പോരായല്ലോ. ഹോമിയോപ്പതി എന്ന് പറയുന്നത് അതല്ല, കംപ്ലീറ്റ് ക്യൂർ ആണ് നമ്മൾ കൊടുക്കുന്ന, മാനേജ്മെന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ച് വേണം അത് ട്രീറ്റ് ചെയ്യാൻ. തന്നെയല്ല കോഴ്സ് കറക്റ്റ് ആയിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ ക്യൂർ വളരെ സ്പീഡിൽ നമുക്ക് എത്താൻ സാധിക്കും. ഇനി ഈ സെക്കൻഡറി ഡിസ്മെനോറിയ നമ്മള് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാബ് ടെസ്റ്റിന് മുമ്പായിട്ട് നമുക്ക് ഇത് സംശയം തോന്നി ഇതെന്താണ്. ഇത് തന്നെ ഇപ്പൊ ഒരുപാട് കേസ് ഞാൻ പറഞ്ഞു. എൻഡോമെട്രിയോസിസ് വരാം, അഡിനോമയോസിസ് വരാം, പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വരാം, ഇൻഡസ്ട്രീഷ്യൽ സിസ്റ്റൈറ്റിസ് വരെ, ഇതൊക്കെ കൊണ്ടും ഉണ്ടാകാം. അപ്പൊ അതൊന്ന് വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് ലൊക്കേഷൻ ഓഫ് പെയിൻ, അതായത് ഫൈബ്രോയിഡിന്റെ ഒക്കെ സമയത്ത് ആ ഫൈബ്രോയിഡൽ ഗ്രോത്ത് എവിടെ ഉണ്ടെന്ന് അവിടെ തന്നെ അവർ തൊട്ട് കാണിക്കും. ഇവിടെ തന്നെ ആ പെയിന് അത് കൂടുതലും സ്പ്രെഡ് ആയി പോകുന്ന കാണിക്കുന്നില്ല, ആ ഒരു ഭാഗത്ത് പെയിൻ ഉള്ളതായിട്ട് അവര് നമ്മളോട് പരാതിപ്പെടും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ എത്രമാത്രം പെയിന്റെ ആ ഡ്യൂറേഷൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡറി ഡിസ്മെനോറിയയില് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷവും പെയിൻ ഉണ്ട്, ഒരാഴ്ചയ്ക്ക് പെയിൻ കാണും, പീരീഡ്സിന് മുമ്പും ഉണ്ടാകും. അപ്പൊ ആ ഡ്യൂറേഷൻ ഓഫ് പെയിൻ വെച്ചിട്ട് നമുക്കിത് സെക്കൻഡറി ആണ് അല്ലെങ്കിൽ പ്രൈമറി അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് ക്ലോട്ട്സും മെനോറേജിയ അതുപോലെ മെട്രോജിയ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരും. അത് എൻഡോമെട്രിയോസിസിലും നമുക്ക് കാണാൻ സാധിക്കും. അഡിനോമയോസിസിൽ വരുന്ന അവസ്ഥയിലാണ് ഈ ഒരു കൊയ്ഷന്റെ ടൈമിലെ പെയിന് അതുപോലെ സ്പോട്ടിങ് ഇതൊക്കെ തന്നെ കാണുന്നത്. ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിലെ അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ ലുക്കോറിയയ്ക്ക് കളർ ചേഞ്ച് ആയിട്ട് വരാൻ സാധിക്കും. മറ്റേതിൻ്റെയൊക്കെ കേസിൽ ആ കളർ ചേഞ്ച് വരണമെന്നില്ല. പിന്നെ അവർക്ക് പെയിൻ ഉണ്ടായിരിക്കും, അതായത് സെക്ഷലി ആക്റ്റീവ് ആണോ, കൊയ്ഷന്റെ ടൈമിൽ വേദന ഉണ്ടാകുമോ, അതൊക്കെ നമ്മൾ പ്രത്യേകം തന്നെ ചോദിച്ചറിയണം. ഇതൊക്കെ അറിഞ്ഞു തന്നെ ഇന്ന കേസാണെന്ന് മനസ്സിലാക്കാം. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ കുറവ് കിട്ടുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ അടുത്ത സ്കാനിങ്ങിൽ പോകുന്നതും അത് കണ്ടുപിടിച്ച് അതിന്റെ ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നതും. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡറി ഡിസ്മെനോറിയയില് നമ്മൾ മഗ്നീഷ്യം സപ്ലിമെന്റ്സ് കൊടുക്കുന്നത് നന്നായിരിക്കും. അത് പ്രത്യേകിച്ച് ഇപ്പൊ ടാബ്ലറ്റ് രൂപത്തിലോ മരുന്ന് രൂപത്തിലോ ഡ്രോപ്സിലോ ഒന്നും കൊടുക്കണ്ട. മഗ്നീഷ്യം കൂടുതലായിട്ട് നിൽക്കുന്ന ഫുഡ് അത് അവർക്ക് കൊടുത്താൽ, അത് മിൽക്കിലുണ്ട്. ബനാന, ഏറ്റവും കൂടുതൽ മഗ്നീഷ്യം കണ്ടന്റ് ഉള്ള ഫ്രൂട്ടാണ് ബനാന എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള ബാക്കിയുള്ളതെല്ലാം ആപ്രിക്കോട്ടും അങ്ങനെയുള്ള ഉള്ളതുണ്ട്. നട്ട്സിലുണ്ട്. റൈസ്, അതായത് ബ്രൗൺ റൈസ് തന്നെ, മില്ലറ്റ്സ് ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്തെല്ലാം ഉണ്ട്. പക്ഷെ ഈ ബനാന വളരെയധികം നമ്മൾ പൊട്ടാസ്യത്തിന്റെ ലെവൽ കുറയുമ്പോൾ കൂടുതലായിട്ട് പറയുന്നതാണ് ബനാന, പഴം, ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഈ ഒരു പീരീഡ്സിന്റെ ഈ പെയിൻ വരുന്ന എസ്പെഷ്യലി പ്രൈമറി ഡിസ്മെനോറിയ കാണുന്ന കുട്ടികളിലെ ഒന്നാമത് ബ്ലീഡിങ്ങിൽ കുറെ നമുക്ക് ബ്ലഡ് ലോസ് ആണ് അവിടെ വരുന്നത്. അനീമിയ കൊണ്ടാണ് ഈ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനും കോളേജിൽ പോകുന്ന കുട്ടികൾക്കും കൂടുതലായിട്ടും പെയിൻ ഉണ്ടാകുന്നത്. ഒന്നാമത് കുട്ടികൾക്കിപ്പം വളരെ അവർക്ക് ബ്യൂട്ടി കോൺഷ്യസ് വന്നിട്ട് ഇപ്പോഴുള്ള ഡ്രസ്സും ഒക്കെ ഇടണം, മെലിഞ്ഞിരിക്കണം, ഭക്ഷണം കഴിക്കാതെ വരിക, അവർ അനീമിയ ഉണ്ടാകുക. പിന്നെ രണ്ടാമത്തെ കാര്യം ഡീവേം ചെയ്യാനുള്ളത്, അത് ഒരാൾക്ക് വീട്ടിലുള്ള ഒരാൾക്ക് കൊടുത്താൽ ആ ഫാമിലി മുഴുവനായിട്ടും ഡീവേം ടാബ്ലറ്റ്സ് എടുക്കണം, അല്ലെങ്കിൽ മെഡിസിൻ എന്താന്ന് വെച്ചാൽ എടുക്കണം. ഇവന് നല്ല ആഹാരങ്ങൾ ഇട്ട് കൊടുത്താൽ ഇവനെ വേഗം അങ്ങ് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രയോജനം കിട്ടത്തില്ല. അപ്പൊ ഒരു ഏജ് വരെയും നമ്മൾ എല്ലാവർക്കും ഡീവേം ചെയ്യുന്നത് നല്ലതാണ്, എന്നാൽ ഈ ഒരു അവസരത്തില് ഡീവേം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അനീമിയ ഇല്ലാത്ത ഒരു അവസ്ഥയ്ക്ക്, അത് നമുക്ക് പ്രത്യേകിച്ച് സ്കൂൾ ഗോയിങ് ഗേൾസിൽ കാണുന്നതാണ് അനീമിക് ഹെഡേക്കും അതുപോലെ തന്നെ അനീമിയ ഡിസ്മെനോറിയയും. അപ്പം ഇത് രണ്ടും നല്ല ഒരു മെഡിസിനാണ് നേട്രമോർ, അനീമിക് ഹെഡേക്ക് ഉള്ളവർക്ക്. നേട്രമോറിന്റെ ഹയർ പൊട്ടൻസി കൊടുത്താൽ വളരെ പെട്ടെന്ന് ആ ഒരു അവസ്ഥയെ നമ്മളിൽ നിന്ന് അങ്ങ് മാറിക്കിട്ടും.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ. അതുപോലെ തന്നെ പെൺകുട്ടികൾ ആ പീരീഡ്സ് ആയി തുടങ്ങി കഴിയുമ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ഈ പീരീഡ്സിന്റെ ടൈമിൽ മോഷൻ പാസ് ചെയ്യാനാണെങ്കിലും പിന്നെ യൂറിൻ പാസ് ചെയ്യുന്നതും പലരും കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നവര് ഒരിക്കലും അത് ചെയ്യരുത്. അവര് ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ അഡ്വൈസും കൂടെ കൊടുത്തു വേണം ഇവർക്ക് കൂട്ടത്തില് മെഡിസിനൽ ട്രീറ്റ്മെന്റ് വരുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള അഡ്വൈസ് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് വളരെയധികം പ്രയോജനം കുട്ടികൾക്ക് ചെയ്യും. ഇനിയും വളരെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒരു കേസെങ്കിലും ഡിസ്മെനോറിയ വന്നിരിക്കും. അത് ക്യൂർ ചെയ്ത് പോയിട്ടും ഉണ്ടാകും. അതുകൊണ്ട് കൊടുക്കേണ്ട ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗിനെ കുറിച്ചോ ഒന്നും തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ചില റെയർ ആൻഡ് പെക്യൂലിയർ സിംറ്റംസ് കണ്ട 2-3 കേസിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അത് ഒരു 10-13 വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നു. അവളന്ന് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അവളുടെ അമ്മയ്ക്കും 2 പേർക്കും ഒരേ രീതിയിൽ, അവർക്ക് പ്രൈമറി ഡിസ്മെനോറിയ, മറ്റേ സ്ത്രീക്ക് സെക്കൻഡറി ഡിസ്മെനോറിയ. കാരണം അവർക്ക് അവരുടെ കംപ്ലൈൻസ് എല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി ഫൈബ്രോയിഡ് തന്നെ ആണോ എന്നുള്ളത്. സ്കാൻ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്തപ്പം ഞാൻ പറഞ്ഞില്ലേ 2 മാസം പ്രായം ഉള്ള ഒരു കുഞ്ഞിന്റെ അത്രയും വലിപ്പമുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു ഇവരുടെ യൂട്രസിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് അവര് 5-6 മാസത്തെ മെഡിസിൻസ് കഴിച്ചതിന് ശേഷമാണ് അവർക്ക് ആ പെയിൻ നിന്നത്. ക്ലോട്ട്സും ഒക്കെ പോയി. രണ്ടാമത് സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് ആ ഒരു ഫൈബ്രോയിഡ് ഇല്ല എന്നൊരവസ്ഥയിലേക്ക് അവർ വരികയും ചെയ്തു. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഫസ്റ്റ് മന്ത് വന്നു. സാധാരണ രീതിയിലുള്ള നമ്മൾ അനീമിയ മാറാനും അല്ലാതെ ബെലഡോണയോ അതുപോലെ ഏറ്റവും നല്ലതാണ് കൊളോസിൻ ആൻഡ് ബെലഡോണ. ഇതിന് 200 പൊട്ടൻസി. നല്ല പെയിൻ വരുന്നവർക്ക് എവറി ആഫ്റ്റർ ഹാഫ് ആൻ അവർ കൊടുത്താലും മതി, ഓൾട്ടർനേറ്റ് ചെയ്ത് കഴിക്കണം. വളരെ പെട്ടെന്നാണ് ക്വിക്ക് റിലീഫാണ് ഉണ്ടാകുന്നത്, ജസ്റ്റ് ഒരു പെയിൻ കില്ലർ പോലെ. കൊളോസിൻ ആൻഡ് ബെലഡോണ 200 പൊട്ടൻസി കൊടുക്കാം. അപ്പം ഈ പെൺകുട്ടിക്ക് ഞാൻ 1-2 മാസം പല മെഡിസിനും പൾസാറ്റിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അവള് വന്ന് കംപ്ലൈന്റ് എന്നോട് പറയുന്ന സാധാരണ രീതി പെയിൻ മാറുന്ന രീതിയിൽ അങ്ങ് പോയി എന്നുള്ളതല്ലാതെ അവൾക്കൊരു റിലീഫ് ആകത്തക്ക രീതിയിൽ പറഞ്ഞില്ല. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് കുറെ കംപ്ലൈന്റ്സ് കൂടെ എടുത്തു. മറ്റേ സാധാരണ ഒരു ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പെയിൻ നിൽക്കാനുള്ളത് കൊടുത്താൽ അങ്ങ് നിന്ന് പോകും. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇവള് പറഞ്ഞത് പ്രൊഫ്യൂസ് പെർസ്പിറേഷൻ ആണ്. കാരണം അവൾക്ക് എക്സാം ആണ്. ആ എക്സാമിന്റെ ആ സമയത്ത് തന്നെ അവള് പീരീഡ്സ് ആകും. അപ്പൊ ഈ കുട്ടിക്ക് ഈ പീരീഡ്സിന്റെ തുടങ്ങുന്നതിന് മുമ്പും കുറെ അവേഴ്സും ജസ്റ്റ് വെള്ളത്തിനകത്ത് വെള്ളം കോരി ഒഴിച്ചതുപോലാണ്. അത് ഇവർക്ക് പേപ്പറിലൊന്നും കൈ വെക്കാൻ പറ്റത്തില്ല. പേനായും പേപ്പറും കൂടെ നനഞ്ഞങ്ങ് പോവുക. അപ്പൊ ബോർഡ് എക്സാമാ വരുന്നത്. അപ്പൊ ആ ഡേറ്റിൽ തന്നെയാണ് ഞാൻ പീരീഡ്സ് ആകുന്ന ഡോക്ടറെ, എനിക്ക് ഒരു തരത്തിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ സ്ട്രൈക്ക് ചെയ്തു. തൂജയാണ് അത്. തൂജയുടെ വണ്ണമാണ് ഞാൻ കൊടുത്തത്. തൂജയ്ക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ, ഞാൻ പറഞ്ഞില്ല റെയർ ആൻഡ് പെക്യൂലിയർ സിംറ്റത്തിനകത്ത് വിടുന്ന ഒരു സംഭവം ഉണ്ട്. എന്നാൽ അവളെ കണ്ടാൽ അവൾ ടിപ്പിക്കൽ ഒരു ഫോസ്ഫറസ് ആണ്. പക്ഷെ ഇതുപോലുള്ള റെയർ കംപ്ലൈൻറ്റ്സ് വരുമ്പോൾ നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ചേഞ്ചസ് നമുക്കറിയാം. കാർട്ടേരിയ കാർബ് ഇങ്ങനെയാണ്, സൾഫർ ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷെ അത് നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ റെയർ കംപ്ലൈന്റ് എടുത്ത് കൊടുത്താൽ അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അങ്ങനെ തൂജയിൽ അവർക്ക് കംപ്ലീറ്റ്ലി, പിന്നെ അവൾ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. കാരണം അതിന്റെ മദർ തുടർന്ന് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല 2 പേരോട് ഒരേ സമയത്ത് വന്ന് അവർക്ക് സെക്കൻഡറി ഫൈബ്രോയിഡ് ആയതുകൊണ്ട് ട്രീറ്റ്മെന്റ് തുടർന്ന് പോവുകയായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവളുടെ കാര്യങ്ങളോട് അറിയാൻ സാധിച്ചു. പിന്നെ അവൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല, അവർക്ക് കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആയി. പിന്നെ വേറൊരു പെൺകുട്ടി പറഞ്ഞത് അവക്ക് ഇതുപോലെ തന്നെ 3-4 പ്രാവശ്യം മന്തില് വീഡിയോ ഓഫ് ആയി പോയി. എന്റെയോ? കൈ തട്ടിയിട്ടായിരിക്കും വീഡിയോ ഓഫ് ആയി. ഒരു മിനിറ്റ്, അച്ചുമനെ ഒന്ന് വരാവടാ. ഒരു മിനിറ്റ് ഡോക്ടർ, ഒന്ന് ഹെൽപ്പ് ചെയ്യും. വീഡിയോ മറ്റേ ആ ഒരു എന്താണ് വാൽവുകളുള്ള താഴെ 2 ഇതുള്ളത് ഒന്ന് ഓൺ ചെയ്താൽ മതി. ചുമന്ന വെട്ടമുള്ളത് ഓണാക്കിയത് ലെഫ്റ്റ് സൈഡിൽ. ഡോക്ടറെ ഞാൻ നോക്കിക്കോട്ടെ. അച്ചു ഒരു മിനിറ്റ് ഒന്ന് വരുമോ? അച്ചു ഡോക്ടർക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഡോക്ടറെ ലെഫ്റ്റ് സൈഡിൽ മൂലയിൽ നോക്ക്. ഇങ്ങനെ റെഡ് ക്രോസ് ആയി വീണിട്ടുണ്ടോ ഒന്നില്, ഒരു സ്വിച്ചില് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കൂ, താഴെ. ശരി. ഒരു മിനിറ്റ് ഒന്ന് വെച്ചോട്ടെ. കാണാമോ എന്നെ? കാണാം, ഇപ്പൊ കാണാം. കൈ തട്ടിയതാവണം.
കൈതട്ടിയത്. പെൺകുട്ടി വന്ന് പറഞ്ഞത് യാത്ര ഇവക്ക് ഒരു തവണ ഇവക്ക് പെയിൻ വന്നപ്പം അവർക്ക് കോളേജില് ഡോക്ടർ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യാമല്ലോ. ശൈല ഡോക്ടറെ, ഹലോ. കാണാം ഹലോ, ഡോക്ടറെ, കാണാം. കേക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഒരു ടൂറിനായിട്ട് പോയ അവസരത്തില് അവക്ക് പെയിന് ഒട്ടും തന്നെ പെയിൻ തോന്നിയില്ല, അല്ലെങ്കിൽ സിവിയർ പെയിൻ ഉള്ള ഒരു കുട്ടിയായിരുന്നു, ഒട്ടും പെയിൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവൾ ആ ഒരു കംപ്ലൈന്റ് പറഞ്ഞപ്പം നമുക്ക് നൈട്രിക് ആസിഡത്തിന് അത് പ്രത്യേകിച്ച് പറയുന്ന വളരെ പെക്യൂലിയർ ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ് റൈഡിങ്ങില് പെയിൻ ഇല്ലാതാകുന്നു എന്നുള്ളത്. അപ്പൊ ആ പെൺകുട്ടിക്ക് ഞാൻ നൈട്രിക് ആസിഡും കൊടുത്തു, അതും വണ്ണമാണ് കൊടുത്തതിന് ശേഷം അവൾക്കും ആ പെയിൻ അങ്ങ് വളരെ റിലീവ്ഡ് ആയി. പിന്നെ ആ സിവിയർ പെയിൻ ഒന്നും പറഞ്ഞ് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി അവളും കംപ്ലൈന്റ് ചെയ്തത് ഫ്ലോ എവരി ഓൾട്ടർനേറ്റീവ് മന്തിൽ അവൾക്ക് ഫ്ലോ കൂടുതലാകും കുറയും. ഒരു മാസം കൂടുതലാണെങ്കിൽ സെക്കൻഡ് മന്തിൽ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ എപ്പോഴാണ് മോർ ദ ഫ്ലോ മോർ ദ കംപ്ലൈന്റ് അത് പറഞ്ഞപ്പം ആക്ടിയ റെസിമോസയ്ക്ക് ആ ഒരു കംപ്ലൈന്റ് ഉണ്ട്, ആ ഒരു സിംറ്റംസ് പറയുന്നുണ്ട്. അതിന്റെ വണ്ണം കൊടുത്തപ്പോഴത്തേന് വളരെ റിലീഫ് കിട്ടി. റിലീഫ് എന്നല്ല, പിന്നെ അവരാരും അങ്ങനെ സിവിയർ പെയിൻ എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റിന് വന്നിട്ടേ ഇല്ല. അതുപോലെ വേറൊരു പെൺകുട്ടി ഹിയറിംഗ് ഡിഫിക്കൽട്ടി പറയുമായിരുന്നു. പീരീഡ്സ് ആകുമ്പോഴത്തേന് ഹോസ്റ്റലിലാ നിൽക്കുന്നത്, ഹോസ്റ്റലിലെ ഫുഡ് കഴിക്കുന്നതിന്റെ ബെല്ലടിക്കുമ്പോ കേൾക്കാറില്ല, സംസാരിക്കുന്ന പിള്ളേർ ഇച്ചിരി അകലെ നിന്ന് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലൈന്റ് പറഞ്ഞ് അവർക്ക് ക്രിയോസോട്ടമാണ് കൊടുത്തത്. ക്രിയോസോട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്, കാരണം നമ്മുടെ പെട്ടെന്ന് ചിന്തയിൽ നമുക്ക് പോകത്തില്ല ഈ മെഡിസിൻസ് ഒക്കെ തന്നെ. അതുകൊണ്ടാണ് റെയർ ആയിട്ട് കിട്ടിയ ഇത് മാത്രം ഞാൻ പറയുന്നത്. അതുപോലെ വേറൊരു ലേഡിക്ക് അവര് കംപ്ലൈന്റ് ചെയ്തത് ഹൈപ്പർ സെൻസിറ്റീവ് ആണ് അവരുടെ പ്രൈവറ്റ് പാർട്സ്. ഈ ഒരു സമയത്ത് പാട് വെക്കാൻ അവർക്ക് പറ്റുന്നില്ല, ഭയങ്കര ഇറിറ്റേഷൻ അവർ കാണിക്കുന്നത്, വെക്കാൻ പറ്റുന്നില്ല, ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ട് അവർക്ക് ജസ്റ്റ് വാഷ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ് ഇവർക്ക് പറഞ്ഞ് അവർക്ക് പ്ലാറ്റിനയാണ് ഞാൻ കൊടുത്തത്. പ്ലാറ്റിന വണ്ണമാണ് കൊടുത്തത്. അവർക്കും അതിനുശേഷം ആ ഒരു കംപ്ലൈന്റ് അവർ പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ വേറെ ഡിസീസിന് പിന്നെയും എൻ്റെ അടുത്ത് വരുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അവരിൽ ആ ഒരു കംപ്ലൈന്റ് ഇല്ല എന്നുള്ളത്. അതുപോലെ ഒരു പെൺകുട്ടിക്ക് ഒരു തരത്തിൽ അവർക്ക് പീരിയഡ്സ് പെയിൻ പല മെഡിസിൻസും ഞാൻ കൊടുത്തു നിന്നില്ല, അലർജിക്കായിരുന്നു അവള്. ആർസനിക് ആൽബം കൊടുത്താണ് അവളുടെ ആ പെയിന് മാറിയത്. അപ്പൊ ഇതുപോലൊക്കെയുള്ള റെയർ ആയിട്ടുള്ള കംപ്ലൈന്റ് വരുമ്പോൾ കറക്റ്റായിട്ട് ആ റെയർ ആൻഡ് പെക്യൂലിയർ സിംറ്റംസ് വരുന്ന കറക്റ്റ് റെമഡി നോക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് അവർക്ക് കംപ്ലീറ്റ് ക്യൂർ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഈ ഒരു അവസരത്തില് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയാന് ഒന്ന് ശ്രമിക്കുകയാണ്. ഏകദേശം ഒരു 2 weeks ആയിട്ട് PH ഗ്രൂപ്പിലും അല്ലാതെ പല ഗ്രൂപ്പുകളിലും ഒരു പുതിയ വാക്സിനേഷൻ, അതായത് സെർവിക്കൽ ക്യാൻസറിന്റെ ഒരു വാക്സിനേഷൻ പുതിയതായിട്ട് അവരിറക്കാൻ പോകുന്നു. സപ്ലൈ തുടങ്ങിയിട്ടില്ല, ഒരു 2 months വരും എന്നുള്ള വിധത്തിലുള്ള ന്യൂസുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരു വാക്സിനേഷന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ച് തീർന്നിട്ടില്ലെന്ന് പറയുന്നില്ല, അനുഭവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ടെക്നിക്കൽ എറർ ആയതുകൊണ്ട് അവർ പറഞ്ഞ കംപ്ലൈന്റ് അതാണ്, കംപ്ലീറ്റ്ലി നിർത്തി. വാക്സിനേഷൻ ഉണ്ടാക്കിയ ആൾ 164 കോടിയുടെ സ്വത്തുക്കളൊക്കെ വാങ്ങിച്ച് ബ്രിട്ടനിൽ പോയി താമസം തുടങ്ങി. അപ്പൊ അതിന്റെ ബാഡ് എഫക്റ്റോ സൈഡ് എഫക്റ്റോ കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കംപ്ലൈന്റ് ഇത്രയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് സംശയം തോന്നുന്നത്. അതുകൊണ്ടാണ് തന്നെ പറയുന്നില്ല, മേ ബി ആയിരിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം തെളിവുകൾ ശരിക്ക് കിട്ടാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിപ്പോ ഇന്നപ്പോട്ടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. അപ്പം ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവർക്കും സ്കൂൾ കോളേജിൽ പോകുന്നവർക്കും ഒക്കെ തന്നെ ആ വാക്സിനേഷൻ ഇല്ലാതെ എടുത്താലേ പറ്റൂ എന്നൊക്കെയുള്ളത് ആ സമയത്ത് വന്നതുകൊണ്ട് ഒരുപാട് പേരത് എടുത്തു. പക്ഷെ ഈ സർവിക്കൽ കാർസിനോമ ഉണ്ടാകും, അതായത് ഏകദേശം 1 ലക്ഷം പേരെടുത്താല് 15 പേരിലാണ് ഈ ഒരു അവസ്ഥ കാണുന്നത്. അത് വാക്സിനേഷൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാണ് ഈ ഒരു പുതിയ വാക്സിനേഷൻ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അതിന് അദാർ പൂനാവാല 20 കോടി വാങ്ങിച്ച് 800 കോടി രൂപ, അതൊക്കെ ഗവൺമെന്റുമായിട്ട് MOU എല്ലാം സൈൻ ചെയ്തിരിക്കുന്നു. 20 കോടി വാക്സിൻ ഉണ്ടാക്കാം. ഒരു വാക്സിൻ ഇപ്പം 400 രൂപയാണ് പറയുന്നത്. അത് കൂടാം കുറയാം എന്നുള്ള, കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല.
ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും വേണോ വേണ്ടായോ എന്ന്, അതായത് 9 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ളത്, ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ല പെൺകുട്ടികൾക്ക് മെനാർക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 വയസ്സ് മുതലാണ് കാണുന്നത്, ഏർലി ആയിട്ടുണ്ടാകുന്നു. അപ്പൊ ഈ 9നും 14നും വയസ്സിനിടയ്ക്കുള്ള കുട്ടികളിലാണ് ഇത് പരീക്ഷണം നടത്തുന്നത്. അപ്പൊ അതൊക്കെ ഓരോരോ മാതാപിതാക്കളും വളരെയധികം ശ്രദ്ധിച്ചും ചിന്തിച്ചും വേണം ഈ ഒരു വാക്സിനേഷൻ എടുക്കണോ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വരാന്. കാരണം ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത് HPV വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഒരു കാരണം ക്യാൻസർ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടല്ല ഉണ്ടാകുന്നത്. DNA ഉണ്ടാകുന്ന റെപ്ലിക്കേഷൻ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ക്യാൻസറിന്റെ കേസിൽ ഈ ഒരു HPV വൈറസ് കൊണ്ടും ഉണ്ടാകാം, വളരെ അതിനൊരുപാട് സ്ട്രെയിൻസ് ഉള്ളതാണ് ഈ HPV വൈറസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലെ വാർഡ്സ്, മുഖത്തുണ്ടാകുന്ന വാർഡ്സ്, ഇതെല്ലാം തന്നെ ഈ വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് 16 and 18 വേരിയന്റിന് മാത്രമാണ് ഇങ്ങനൊരു സാധ്യത ഉണ്ടാകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതിനു മുമ്പ് തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ത്രൂ മെഡിക്കേഷനിൽ കൂടെ. പക്ഷെ അത് മാറ്റി വെക്കാൻ വേണ്ടി ഇവര് ഈ ഒരു പ്രിവെന്റീവ് വാക്സിനേഷൻ കൊടുക്കുകയാണ്. ഇതിന്റെ സെർവിക്കൽ ഡിസ്പ്ലേഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇറഗുലർ ബ്ലീഡിങ്ങും സ്പോട്ടിങ് ആഫ്റ്റർ ഇന്റർകോഴ്സ് ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിലുണ്ടാകാം. സ്പോട്ടിങ് അതുപോലെ ഇൻ ബിറ്റ്വീൻ പീരീഡ്സിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് ആ സിംറ്റംസ് നോക്കി മെഡിസിൻസ് അങ്ങ് കഴിച്ചാൽ ഈ ഒരു അവസ്ഥ മാറാവുന്നതേ ഉള്ളൂ. ഈ സെർവിക്കൽ ഡിസ്പ്ലേഷ്യ എന്ന് പറയുന്ന അവസ്ഥ ക്രോണിക് ആയിട്ട് പോയാൽ മാത്രമേ ക്യാൻസർ ആയിട്ട് അത് ചിലത് രൂപപ്പെടത്തുള്ളൂ. ആ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഞാനിത് കൂടുതലും ആ ഒരു ഏജിലുള്ള മക്കളുള്ളവരുടെ അറിവിലേക്കാണ് കൂടുതൽ ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കൂടുതലും മൾട്ടിപ്പിൾ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ പെടുന്ന ഒരു സംഭവമാണ്. അതായത് അമേരിക്കയിലൊക്കെയാണ് 40 മില്യൺ ആൾക്കാരിൽ ഇത് പെർ ഇയർ അത് കാണുന്നുണ്ട്. അത് ഇന്ത്യയുടെ കണക്കുകളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് അതുകൊണ്ട് അതുപോലെ 30 വയസ്സിന് മുകളിലായി ഇത് ഉണ്ടാകുന്നതെങ്കിൽ അത് സ്വയം തന്നെ ഈ ഒരു സെർവിക്കൽ ഡിസ്പ്ലേഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ സ്വയം തന്നെ ക്യൂറായിട്ട് പോകും വിത്തൗട്ട് മെഡിസിൻ തന്നെ. അതിന് ബാക്കിയുള്ളവർക്കാണെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, അത് കഴിച്ചാൽ അങ്ങ് മാറാവുന്നതേ ഉള്ളൂ. അതും വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു ഡിസീസാണിത്, ഒരവസ്ഥ എന്ന് തന്നെ നമുക്കിതിനെ പറയാം. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. നമുക്കറിയാമല്ലോ, ഇതൊക്കെ MOU ഒക്കെ സൈൻ ചെയ്യുമ്പോൾ 2 ലക്ഷ്യമാണ്. ഒന്ന് ബിസിനസ്, മെറ്റീരിയൽ ബിസിനസ് ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ജനസംഖ്യാ നിയന്ത്രണം. കാരണം മരണം ഉണ്ടാകുക, ജനനം കുറയുക, ഇതാണല്ലോ ആവശ്യം. അപ്പൊ അത് 9നും 14നും വയസ്സിനിടയിലുള്ള അപ്പോഴാണ് പൊട്ടന്റ് ആകുന്നത് പെൺകുട്ടികൾ അമ്മയാകാം എന്നുള്ളത്. കാരണം ഓവുലേഷൻ അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ തന്നെയുള്ള ഏജ് ഗ്രൂപ്പിൽ കൊടുക്കുമ്പം അവർക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഏത് രീതിയിലാണ് ബാധിക്കുന്നതെന്ന് വളരെയധികം ചിന്തിച്ചും പല ചർച്ചകളിൽ കേട്ടും കൂടുതൽ വായിച്ചും ഒക്കെ വേണം അതിനൊരു തീരുമാനം എടുക്കാൻ. അപ്പൊ ഈ ഒരു അവസ്ഥ എല്ലാവരും, ഒരുപാട് ഡോക്ടേഴ്സും അല്ലാത്തവരും ഒക്കെ ഇതിന് പ്രതികരിച്ചു. ഈ ഫ്ലോറിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ബാക്കി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു കേസെങ്കിലും ഡിസ്മെനോറിയ കിട്ടാത്ത ഡോക്ടേഴ്സ് ഇല്ല. അപ്പൊ കൂടുതൽ അറിവുകൾ ഫ്ലോറിലുള്ളവർക്ക് കൂടുതൽ മെഡിസിൻ കൊടുത്തോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഇതിനെ ഒരു ക്യൂർ ചെയ്ത് കൊടുത്തെന്നുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം ഇന്ന് കൂടുതൽ സമയമുണ്ട്. സാധാരണ ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡിൽ ഒരു 3 മിനിറ്റ് ഒക്കെ ഉള്ളപ്പോഴാണ് നിർത്താൻ പോകുന്നത്. ഇത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് അത് ദയവ് ചെയ്ത് ഡോക്ടേഴ്സ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അവരവരുടെ അനുഭവങ്ങളിൽ വന്ന സക്സസ് റേറ്റ് കിട്ടിയ കാര്യങ്ങളും ഒന്ന് പറഞ്ഞാൽ വളരെ. ടെക്നിക്കൽ എറർ എന്തെങ്കിലും ഉണ്ടായോ? ഉണ്ടായി. കാരണം ഞാൻ കറണ്ട് പോയി ഔട്ടായി പോയി. തിരിച്ചു കാണാവോ? എന്നെ ഇല്ല, കാണാൻ എനിക്ക് കാണാൻ വയ്യ, കേക്കാം. അപ്പോഴേ കറണ്ട് പോയി ഔട്ടായപ്പോഴ് ഹോസ്റ്റും ഒക്കെ ഇല്ലാതാവും. പിന്നെ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ നിങ്ങളെല്ലാം കാണുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എന്നെ വീണ്ടും ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ജയചന്ദ്രൻ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ജയചന്ദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ.
ആ നേരത്തെ മാഡം വിളിച്ചപ്പോഴത്തേക്ക് അൺമ്യൂട്ട് ചെയ്തില്ല. അതുകൊണ്ട് അതുകൊണ്ടാണ് ഒന്നും സംസാരിക്കാൻ ഓക്കെ പറ്റാതിരുന്നത്. അത് എനിക്ക് ചെയ്യാൻ പിന്നെ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ഡോക്ടർ വിഷയം ഇന്നത്തെ വിഷയം വളരെ നല്ല രീതിയിൽ ഡോക്ടർ ഹാൻഡിൽ ചെയ്തു. വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ഒരു കേസിനെ പറ്റി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. പിന്നെ ഒരു 2 ആഴ്ചക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു കേസ് വന്നു. ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടി. അത് എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, ഇത് പിന്നെ ഈ ഡിസ്മിനറി വരുന്ന സമയത്ത് വയറ് അങ്ങ് ഞെക്കി പിടിക്കുന്ന രീതിയിലുള്ള വേദനയാണ്. ഈ പെണ്ണ് കിടന്ന് വിളിച്ച് അടുത്തുള്ള വീടുകളിൽ വരെ ആളുകൾ വന്ന് ഓടി വന്ന് എന്ത് പറ്റി എന്ന് തിരക്കുന്ന ഒരു സമയം. പിന്നെ ആ കുട്ടിക്ക് ഉറക്കമില്ല. ഈ പീരീഡ് വരുന്ന സമയങ്ങളിൽ ഒരു 4-5 ദിവസം ഒട്ടും ഉറങ്ങുമില്ല. വയറൊക്കെ ആണെങ്കിൽ 2 കൈ കൊണ്ട് അമർത്തി ഞെക്കി പിടിക്കുന്ന വേദനയും വിളിയുമാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആദ്യം സബൈനട്ടിഞ്ചറും മാക്ഫോസും ഒക്കെ കൊടുത്തു. പിന്നെ ഉറക്കത്തിന് വേണ്ടി പാസിഫ്ലോറയും കൊടുത്തു. പിന്നെ കുട്ടിക്ക് ഇപ്പോൾ ഉറക്കമുണ്ട്, റിലീഫ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇനി കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ട്രിക്സ് ആലോചിക്കണോ? ഈ കുട്ടിയുടെ അസുഖം മാറണം, കുട്ടിക്ക് കല്യാണം വരെ വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുകയാണ് കുട്ടി. അതിന്റെ ഒരു കല്യാണം എന്താണ് വേണ്ടെന്ന് ഡോക്ടർ അഭിപ്രായം? പറഞ്ഞുകൊണ്ടാണ് ചിലർക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ പോയിന്റ് ആ. പറഞ്ഞതുകൊണ്ടാണ്. ചിലരിലെ ഹെറിഡിറ്ററിയും കൂടെ ആണിത്. പക്ഷെ ഉം. ആഫ്റ്റർ ഡെലിവറി ഈ പെയിന്, ഈ പ്രൈമറി ആ. ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലാതായി പോകുന്നതായിട്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഒരുപാട് പെർസെന്റേജ് ആൾക്കാരില്. ആ. അപ്പൊ ധൈര്യമായിട്ട് മാരേജ് ചെയ്യാൻ ആദ്യം അതിനോട് പറയുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. ഇനി ആ. അനീമിക് ആണെങ്കിൽ അനീമിയ മാറിപ്പോട്ടെ, ഓരോരോ റീസൺ ഉണ്ടല്ലോ ഇതിന്. അതുകൊണ്ട് നല്ല രീതിയിൽ ആ. ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ ആ. എന്തെങ്കിലും സെക്കൻഡറി ഡിസ്മെനോറിയ ആണോ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറെ. നമുക്ക് പലവിധ സിംറ്റംസ് അവർ പറയും. വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ച് ചോദിക്കണം. പിന്നെ ഈ പെയിന്റെ എങ്ങനെയാണ് പെയിന് ആ സമയത്ത് ബ്ലീഡിങ്ങിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ, അതിന് മുമ്പേ തുടങ്ങിയോ അതിന് ശേഷം തുടങ്ങിയോ? പിന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പതോളജിക്കൽ വേ ഒന്നുമല്ല, ഇന്നത്തെ ആ. ലോകം പോകുന്ന അനുസരിച്ച് നമ്മൾ ആ. നീങ്ങണമല്ലോ. തന്നെയല്ല, അവർക്ക് കൂടുതൽ അത് വിശ്വാസം കൂടെ വരും. ഇന്ന റീസൺ ആണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്കും യെസ് ഡോക്ടർ അത് കണ്ടുപിടിച്ചിരിക്കുന്നു, എനിക്ക് ക്യൂർ കിട്ടാൻ വേണ്ടി അതിന് അഗനസ്റ്റ് ആയിട്ട്, അതായത് ഡിസീസിന് അഗനസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നു, അങ്ങനെയും കൂടെ ഒരു പ്രയോജനം കിട്ടും. അപ്പൊ ഈ നല്ല സിവിയർ പെയിന് പൾസാറ്റിലെ ഹയർ പൊട്ടൻസി കൊണ്ടും അതുപോലെ തന്നെ മാക്ഫോസിന്റെ ഹയർ പൊട്ടൻസി കൊണ്ടും വളരെ പെട്ടെന്ന് ക്വിക്ക് റിലീഫ് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. പെർമനന്റ് ആയിട്ട് മാറിപ്പോവുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും റീസൺസ്, പതോളജിക്കൽ റീസൺസ് ഉണ്ടെങ്കിൽ ആ പതോളജിക്കൽ റീസൺസിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ഇത് മാറില്ല. അതുകൊണ്ട് പെൺകുട്ടിയോട് ഒന്ന് പറഞ്ഞേക്കണം, ഒരു റെമഡി തന്നെയാണ് മാരേജ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഒരു റെമഡി തന്നെയാണ്. അതുകൊണ്ട് വിവാഹത്തിന് ഒന്നും എതിർത്ത് പറയണ്ട, വിവാഹം കഴിച്ചോളണം തന്നെ പറയുക. കൂടാതെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാ ഡോക്ടർ. കാരണം എന്തെങ്കിലും ഫൈബ്രോയിഡോ എന്തെങ്കിലും ആണെങ്കിൽ അതിനുള്ള മെഡിസിൻ കൊടുക്കാതെ ഇത് മാറില്ല. ഞാൻ സ്കാൻ ചെയ്യിച്ചു, ബ്ലഡൊക്കെ നോക്കിച്ചു, തൈറോയിഡൊക്കെ നോക്കിച്ചു, ഒരു പ്രോബ്ലം ഇല്ല. അമ്മയ്ക്കും പ്രോബ്ലം ഒന്നുമില്ല, ഈ കുട്ടിക്ക് മാത്രം. പക്ഷെ ഈ കുട്ടി കിടന്ന് നിലവിളിക്കുന്നൊക്കെ അമ്മ മൊബൈലിലെടുത്ത് എനിക്ക് അയച്ചു തന്നു. അതില് ഭയങ്കര വെട്ടിപ്പൊളിഞ്ഞില്ല, ഞെളിഞ്ഞ് പിരിഞ്ഞ് കട്ടില് കിടന്ന് ഭയങ്കര വിളിയാണ്. ഇല്ല പട്ടി കൂട്ടിക്കിടന്ന് കുരയ്ക്കും പോലത്തെ രീതിയിലുള്ള വിളിയാണ്. അയലൊക്കെ ഒരുപാട് സെൻസിറ്റീവ് ആണോ പെൺകുട്ടി? എന്തെങ്കിലും പറഞ്ഞോ, കരച്ചിലോ പിടിച്ചിലോ, പെട്ടെന്ന് ഇമോഷൻ? അപ്പൊ പൾസാറ്റിലെ ഹയർ പൊട്ടൻസി കൊടുക്കുക, അതുകൊണ്ട് തന്നെ ക്യൂർ ആകും. അപ്പൊ മാഡം, നമ്മൾ ഈ ഉറക്കത്തിന് വേണ്ടി പ്രത്യേകം വേറെ എന്തെങ്കിലും കൊടുക്കണോ? ഡോക്ടറെ, അത് നമ്മള് ഏത് നല്ല പെയിൻ ഉള്ള അവസ്ഥയില് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെ തന്നെയല്ല, മൈഗ്രെയിന്റെ കേസിൽ തന്നെ നമുക്ക് കാണാം ആ പെയിൻ. അതുപോലെ തന്നെ ആ പെയിൻ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ഉറക്കത്തിലോട്ട് പോവുകയും ചെയ്യും. അത് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ പെയിൻ കില്ലർ ഒന്നും കൊടുത്തിട്ടല്ല, അത്രയും സ്ട്രെയിൻ സഹിച്ചുകൊണ്ടിരുന്നത് റിലാക്സ്ഡ് ആയിട്ട് ആ സമയത്ത് ഉറങ്ങിപ്പോകും. അപ്പൊ ഈ കുട്ടിക്കും നല്ല പെയിൻ ഉണ്ട്, മെംബ്രൈനസ് ഡിസ്മെനോറിയ ഒക്കെ അറിയാം, ക്ലോട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ മെംബ്രൈനസ് ഡിസ്മെനോറിയക്ക് നമ്പർ 1 മെഡിസിൻ ആണ് മാക്ഫോസിന്റെ ഹയർ പൊട്ടൻസി തന്നെ കൊടുക്കണം. അപ്പൊ ഈ കുട്ടിക്ക് ആ പെയിൻ 3 ദിവസമോ അല്ലെ 4 ദിവസമോ പെയിന്റെ ആ സിവിയറിറ്റി കൊണ്ടാണ് ഈ കുഞ്ഞിന് ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥ വരുന്നത്. ആ പെയിൻ 4 ഡേയ്സ് ബ്ലീഡിംഗ് നിന്ന് കഴിയുമ്പോൾ പെയിൻ മാറുമ്പോഴത്തേനാണ് ഈ കുട്ടി പിന്നെ നോർമൽ ലൈഫിലോട്ട് വരുന്നത്. അപ്പൊ ആ പെയിൻ അങ്ങ് കുറച്ച് കൊടുക്കുക എന്നുള്ളത് ചെയ്താൽ തന്നെ അത് സുഖമായിട്ട് ഉറങ്ങിക്കോളും വിത്തൗട്ട് പാസിഫ്ലോറ. അപ്പൊ അതിനുള്ളത് പൾസാറ്റില നല്ലതാണ്, മാക്ഫോസ് നല്ലതാണ്. പറഞ്ഞാട്ടെ. അല്ല, നമ്മള് നാട്രമുറ വല്ലതും ഈ പെയിന് വേണ്ടി കൊടുക്കണോ?
നേട്രമൂർ നല്ല മെഡിസിൻ ആണ്. മാഡം അപ്പൊ നോക്ക്, പറഞ്ഞു, നേട്രമൂർ നല്ല ഒന്നാന്തരം മെഡിസിൻ ആണ്. പക്ഷെ ഈ കുട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടും അവളുടെ നേച്ചറുമായിട്ട് ചേരുന്നുണ്ടോ നേട്രമൂർ എന്നും കൂടെ ഒന്ന് നോക്കിക്കോണം. ശരി, ഓക്കെ. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണോ, അതിനൊക്കെ നേട്രമൂർ വളരെ നല്ലതാണ്. അതുണ്ട്, ദേഷ്യമുണ്ട്. അത് അമ്മ ദേഷ്യമുണ്ട്. പറയുന്നുണ്ട്. ഈ പീരിയഡില് ഭയങ്കര ദേഷ്യമാണ്, എല്ലാരോടും ദേഷ്യമാണ്, അച്ഛനെ വരെ ദേഷ്യപ്പെടുന്ന ഒരു ടൈപ്പാണ്. സങ്കടമാണ്. നേട്രമൂർ ഭയങ്കര ദേഷ്യക്കാരി, അതുപോലെ കുശുമ്പുണ്ട്. ആ ഒരു രണ്ട് കാര്യം നമുക്ക് മറ്റുള്ളവരോടുള്ള അവളുടെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാവും. നന്നായിട്ട് കുശുമ്പുള്ള ഒരു വ്യക്തിയാണ്. കുശുമ്പുള്ളവർക്ക് കൊടുക്കാൻ നല്ല ഒരു മരുന്നാണ് നേട്രമൂർ എന്ന് പറയുന്നത്. അനിമയായി മാറും. ഇടയ്ക്കൂടെ നാട്രമൂറോട് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ. വരത്തില്ല. ഇത് കൊളോസിന്തും ബെല്ലും കൂടെ ഞാൻ പറഞ്ഞില്ല, ഹാഫ് ആൻ അവർ ഗ്യാപ്പിൽ കൊടുത്താൽ പെട്ടെന്നാണ് പെയിൻ നിൽക്കുന്നത്. പിന്നെ ഏതാ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് നോക്കിയിട്ട് ഒന്നിലെ മാഫോസോ അല്ലെങ്കിൽ പൾസാറ്റിലോ കൊടുക്കുക, അല്ലെങ്കിൽ നേട്രമൂർ കൊടുക്കാം. 3 കൂടെ ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതാ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടുതൽ സിമിലർ ആയിട്ട് വരുന്നത് അത് കൊടുക്കണം. കൂടാതെ ഈ കൊളോസിന്തും ബെല്ലും കൂടെ കൊടുത്താൽ പെട്ടെന്നാണ് വേദന നിൽക്കുന്നത്. വെരി വെരി താങ്ക്സ് മാഡം. ഓക്കെ, ജയചന്ദ്രൻ ഡോക്ടർ ഇനി യുക്തിപൂർവം ചെയ്യുക. ഇതൊരു നല്ല പാഠമാണ്. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അവരവരുടെ എക്സ്പീരിയൻസ് വല്ലതും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഒന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലേ? കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് പലവിധ മെഡിസിനും പെയിൻ അങ്ങ് നിൽക്കാനുള്ളത് കൊടുത്ത് അവർക്കൊക്കെ റിലീഫ് കിട്ടാൻ എളുപ്പമാണ് ഇതിന് സാധിക്കുന്നത്. പിന്നെ ഇതുപോലെ വളരെ റെയർ ആയിട്ടുള്ള കേസസിനാണ് നമ്മൾ റെയർ ആയിട്ട് അതിന് അപ്രോച്ച് ചെയ്താലേ അത് മാറത്തുള്ളൂ. വളരെ കീനായിട്ട് എടുത്ത് റെയർ ആൻഡ് പെക്യുലർ സിംറ്റംസ് ഒക്കെ നോക്കി ഒക്കെ കൊടുത്താലേ അത് കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറത്തുള്ളൂ. അപ്പൊ അത് കാരണം വളരെ സംശയം കുറവുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതുപോലെ അവയർനെസ്സും കൊടുക്കണം. അഡിനോമയോസിസിന്റെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഏതൊക്കെയാണെന്ന്. അഡിനോമയോസിസ് എന്ന് പറയുന്ന അവസ്ഥ ആ എൻഡോമെട്രിയൽ ഗ്രോത്ത് യൂട്രൈൻ വാൾസിന്റെ ഉള്ളിലേക്ക് ഗ്രോ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ ബൾക്കി യൂട്രസ് എന്ന് പറയുന്നത്, അതാണ് അവസ്ഥ. അപ്പം ആ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് തൂജ തന്നെ. എൻഡോമെട്രിയോസിസിലും അതുപോലെ തന്നെ അഡിനോമയോസിസിലും തൂജ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ സിക്കേലിക്കോർ എന്ന് പറയുന്ന മെഡിസിന്, സെപ്പിയ ഉണ്ട്, പൾസാറ്റില ഉണ്ട്, അതൊക്കെ ഞാൻ ലാക്കസിസ് ഉണ്ട്, ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്നാലും തൂജ എന്ന് പറയുന്നത് ഈ ഗ്രോത്തുകൾ വരുമ്പോൾ, സ്പോഞ്ചി ട്യൂമേഴ്സിന്റെ ഗ്രോത്ത് വരുമ്പം ഫൈബ്രോയിഡിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ് തൂജ. നമ്പർ 1 മെഡിസിൻ ആണ് തൂജ എന്ന് പറയുന്നത്. എളുപ്പം അബ്സോർഷൻ നടക്കും ഗ്രോത്ത് വരുന്നിടത്ത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രൊജസ്ട്രോണം എന്ന് പറയുന്ന ഡ്രോപ്സും ഈസ്ട്രോജന്റെ ഡ്രോപ്സും ഒക്കെ ഇപ്പൊ ഉണ്ട്. ഈസ്ട്രോജന്റെ ലെവൽ അപ്പ് ആകുമ്പോഴാണ് ഗ്രോത്ത് വളരെ കൂടുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യിക്കാൻ ഈ പ്രൊജസ്ട്രോണം 200 ഡൈലൂഷൻ കിട്ടും. അത് ഇന്റർകറന്റ് ആയിട്ട് കൊടുത്താൽ ഇച്ചിരി സ്പീഡിൽ നമുക്ക് ആ ക്യൂർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 മെഡിസിൻസ് ആണ്. ഡോക്ടർ ബൾക്കി യൂട്രസിന് തൂജ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ബൾക്കി യൂട്രസ് കാരണം എന്ന് വെച്ചാൽ ഗ്രോത്ത് ആണ് അവിടെ ഉണ്ടാകുന്നത്. ആ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് തൂജ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ആ തൂജ വളരെ നമുക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. ബൾക്കി യൂട്രസിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നല്ല ടിഞ്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫ്രാക്സിനസ് അമേരിക്കാന ഉണ്ട്, സബൈന ടിഞ്ചർ ഉണ്ട്, സാന്തോസൈലൻ ടിഞ്ചർ ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും ടോയ്സിനയുടെ ആ ടിഞ്ചറൂടെ നമുക്ക് 10 ഡ്രോപ്സോ 15 ഡ്രോപ്സോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് സ്പീഡപ്പ് ആക്കാൻ ഹെൽപ്ഫുൾ ആകുന്ന മെഡിസിൻസ് ആണ് ഇതെല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗിന്റെ കൂടെ. അവിടെ കൽക്കേറിയ ഫ്ലോർ കൂടെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കാൽക്കേരിയ ഫ്ലോർ എപ്പോഴും ഹാർഡായിട്ടുള്ള ഗ്രോത്തിന്റെ അബ്സോർഷൻ ആണ് പറയുന്നത്. ഇതെല്ലാം തന്നെ സ്പോഞ്ചി ട്യൂമേഴ്സ് ആണ്.
പെട്ടെന്ന് നമ്മൾ ഗ്രോത്ത് വരുമ്പോൾ തൂജയും കാൽക്കേരിയ ഫ്ലോറും ഒക്കെയാണ് ഓർക്കുന്നത്. പക്ഷെ കാൽക്കേരിയ ഫ്ലോർ കൂടുതലും അതെ സ്റ്റോണി അതെ ആയിട്ടുള്ള അതായത് സ്റ്റോണുകൾക്കെല്ലാം തന്നെ ഇപ്പൊ തന്നെ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടാകാം, കിഡ്നിയിൽ ഉണ്ടാകാം. ആ സ്റ്റോൺ രൂപത്തിലുള്ളതിനെ അബ്സോർബ് ചെയ്യാൻ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാൽക്കേരിയ ഫ്ലോർ. അത് സ്പോഞ്ചി ട്യൂമേഴ്സിൽ അത് അത്രയ്ക്ക് ആക്ഷൻ അതിന് വരത്തില്ല. പക്ഷെ പൊതുവായിട്ട് ഭൂരിഭാഗം എനിക്കൊന്ന് ഒരുപാട് പേരും ഇത് തൂജയും കാൽക്കേരിയ ഫ്ലോറും കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ സ്പോഞ്ചി ആയതുകൊണ്ട് ഇതാണ് നമ്മളെ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. ലാപ്പിസാൽബിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയുണ്ട് ഡോക്ടർ? ലാപ്പിസാൽബ വളരെ നല്ല ടിഞ്ചറാണ്. ലാപ്പിസാൽബ എന്ന് പറയുന്നത് സ്പോഞ്ചി ട്യൂമേഴ്സിന്റെ അബ്സോർപ്ഷൻ ആയിട്ട് ഈവൻ നമുക്ക് ലിപ്പോമ എന്ന് പറയുന്ന അവസ്ഥയിൽ പോലും ഞാൻ പറഞ്ഞില്ലേ സ്പോഞ്ചി ട്യൂമേഴ്സിന്റെ ഈ ഫ്രാക്സിനസ് അമേരിക്കാനോ ഒക്കെ നമ്മൾ പല കണ്ടീഷനിൽ കൊടുക്കുന്നത് പോലെ തന്നെ ലാപ്പിസാൽബസ് എന്ന് പറയുന്ന ടിഞ്ചർ അഡിനോമയോസിസിന് വളരെ നല്ലതാണ്. ഞാൻ ഈ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന്റെ കൂട്ടത്തില് വളരെ നമ്മളെ സ്പീഡിലാക്കി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടിഞ്ചർ ലാപ്പിസാൽബസ്. അതൊരു ടിഞ്ചറാണ് ഇതെല്ലാം. സബൈന ഇതെല്ലാം കൊടുക്കുന്ന ടിഞ്ചേഴ്സ് ആണ്. എന്തായാലും നമ്മളുടെ ക്ലാസ്സിന് 2 മിനിറ്റേ ഉള്ളൂ. ഡോക്ടർക്ക് നന്ദി പറയുന്നതിനും ജയചന്ദ്രൻ ഡോക്ടറെ തന്നെ ക്ഷണിക്കും. ശൈല ഡോക്ടർ വീണ്ടും ഔട്ടായി. ഡോക്ടറെ, ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു ക്ലാസ് പ്രസന്റ് ചെയ്ത ഡോക്ടറെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. പിന്നെ ഡോക്ടർ ഇനിയും വരണം, ഇനിയും വന്ന് നമുക്ക് കൂടുതൽ പാഠങ്ങൾ പഠിപ്പിച്ചു തരണം. അതിനുവേണ്ടി ഡോക്ടറെ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. പിന്നെ ഡോക്ടറെ നമ്പറും കൂടെ ഒന്ന് ഇട്ടിരുന്ന വലിയ ഉപകാരം. വല്ല സംശയങ്ങളും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് ചോദിക്കാമല്ലോ. ഡോക്ടറെ നമ്പർ തനേഷ് ഡോക്ടറിനോട് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും. കാരണം ഇപ്പം അല്ലെങ്കിൽ ഞാൻ പറയുകയുള്ളൂ നിവർത്തി. തനേഷ് ഡോക്ടറിനോട് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഡോക്ടർ തരുന്നതാണ് നമ്പർ. പറഞ്ഞാലും മതിയല്ലോ ഡോക്ടർ. പറഞ്ഞാൽ മതിയെങ്കിൽ പറയാം. 88 എഴുതിക്കോളാം. 8891 323 805 323 805 8891 323 805. ഓക്കെ കിട്ടി. നന്ദി ജയചന്ദ്രൻ ഡോക്ടറെ. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ് പ്രത്യേകിച്ചും അതികഠിനമായ വേദനയോടുകൂടിയുള്ള ആർത്തവം കാരണങ്ങൾ ഹോമിയോപ്പതി ചികിത്സയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ വളരെ നല്ല ക്ലാസ് എടുത്ത പ്രീത ഉണ്ണി ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഡോക്ടറുടെ ക്ലാസ് പ്രത്യേകം ഒരു ശൈലിയാണ് ഡോക്ടർക്കുള്ളത്. വളരെ ശാന്തമായി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഡോക്ടറുടെ പ്രത്യേക കഴിവിനെ അഭിനന്ദിക്കുകയും കൂടിയാണ്. ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് ഡോക്ടർ എത്രയും വേഗം ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കാനായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1797 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഡോക്ടർ. ഇന്ന് ശ്രോതാക്കളായി വന്ന IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ വ്യക്തികൾക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. താങ്ക് യു.